ഹായ് ഓൾ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുന്ന PSC നോട്ടിഫിക്കേഷൻ ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് ആണ് ഡയറി സയൻസ്. ബയോളജി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രീന്റെ കൂടെ ഈ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ് ബേസിക് ഡയറി സയൻസ് ഉള്ളത്. ഇപ്പൊ നമുക്ക് ആ ഒരു പോർഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, അതേപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന് കാര്യവും ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ടോസ് അക്കാഡമിയിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കോച്ചിങ് ഉടനെ ആരംഭിക്കും. ചേരാൻ താല്പര്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നോക്കൂ, 5 മൊഡ്യൂൾസ് ആയിട്ടാണ് നമുക്ക് ബേസിക് ഡയറി സയൻസ് പഠിക്കാനുള്ളത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കിത് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്താണ്? ഡയറി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സിസ്റ്റം. 5 മൊഡ്യൂളിലെ ഏറ്റവും പ്രയോറിറ്റി കുറഞ്ഞ മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. കാരണം 2 മാർക്കിനെ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, 2 ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയ 2 മൊഡ്യൂൾസ് ആണ് അടുത്ത വരുന്നത്. സെക്കൻഡും തേർഡും 5 മാർക്കിനാണ് 2 ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ രണ്ടാമത്തെ മൊഡ്യൂൾ ഏതാണ്? മിൽക്ക് പ്രൊഡക്ഷൻ. മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. അതേപോലെ മൂന്നാമത്തെ മൊഡ്യൂൾ എന്താണ്? മിൽക്ക് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ. മിൽക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രോസസ്സിംഗ് പ്രിസർവേഷൻ എങ്ങനെയാണെന്നാണ് മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് കുറെ പ്രോസസ്സുകളാണ് പഠിക്കാനുള്ളത്. ഓക്കെ. ദെൻ നാലാമത്തെ മൊഡ്യൂള് നമുക്ക് കിട്ടുന്ന ഡയറി പ്രൊഡക്റ്റുകളുടെ ടെക്നോളജി, അല്ലെ? ബട്ടർ, ഗീ ഒക്കെ എന്താണ്? ഡയറി പ്രൊഡക്റ്റുകളാണ്. കേടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന കേടൊക്കെ ഡയറി പ്രൊഡക്റ്റ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നു, അതേപോലെ അവയിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസിന്റെ പെർസെന്റേജും കാര്യമൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഈ 4ഉം 5ഉം മൊഡ്യൂൾസിൽ നമുക്ക് 4 മാർക്ക് വീതമാണ്. ഓക്കെ. അഞ്ചാമത്തെ മൊഡ്യൂള് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സേഫ്റ്റി. ഇവിടെ നമുക്ക് മനസ്സിലായില്ല. അപ്പൊ ഏറ്റവും പ്രയോറിറ്റി കുറഞ്ഞത് മൊഡ്യൂൾ 1 ആണ്. ദെൻ 2ഉം 3 ആണ് ഏറ്റവും ഹൈ പ്രയോറിറ്റി. 4ഉം 5ഉം എന്താണ്? ലോയും അല്ല, മീഡിയത്തിൽ നിൽക്കും. 4 മാർക്ക് വീതം ഉണ്ട് ഓരോന്നിനും. നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് നോക്കാം. ആദ്യത്തെ മൊഡ്യൂൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്? ഡയറി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേറ്റീവ് സിസ്റ്റം. 2 മാർക്കിനെ ക്വസ്റ്റ്യൻ ഉള്ളെങ്കിൽ നമുക്ക് പഠിക്കണം, അല്ലെ? അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ട ഏരിയസ് ഏതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളില്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിനെ കുറിച്ച് പഠിക്കണം. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ലോഞ്ച് ചെയ്തതും എന്തിനാണെന്നുള്ള കാര്യമൊക്കെ നോട്ട് ചെയ്ത് പഠിക്കണം. അതേപോലെ മിൽമ, ഓപ്പറേഷൻ ഫ്ലഡ്, ഹിസ്റ്ററി ഓഫ് ഡയറി ഡെവലപ്മെന്റ് ഇന്ത്യ ആൻഡ് കേരള. ഇത്രയും പോർഷൻ നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു ചാപ്റ്റർ നോക്കി വെക്കുക. നമ്മൾ സാധാരണ ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ, അതിലാണ് ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷന്റെ വർഗീസ് കുര്യൻ. അതേപോലെ NDDB-യുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആളുടെ പേരല്ല ഇത്, ആനന്ദ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ്. ഓക്കെ. ദെൻ ഓപ്പറേഷൻ ഫ്ലഡ് ലോഞ്ച് ആയ വർഷം 1970. എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഇമ്പോർട്ടന്റ് ഏരിയാസ് നോക്കി വെക്കുക. ദെൻ അടുത്ത മൊഡ്യൂൾ ഏതാണ്? മിൽക്ക് പ്രൊഡക്ഷൻ. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്, ഇമ്പോർട്ടന്റ് ആയ ഒരു മൊഡ്യൂൾ ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിൽ തന്നെ നിർബന്ധമായും പഠിക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അതാണ് ഡയറി, കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വളർത്തുന്ന ഡയറി കാറ്റിൽസും അതേപോലെ ബഫലോ ബ്രീഡ്സും ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതേപോലെ ഇൻഡിജീനസ് ഏതാണ്, എക്സോട്ടിക് ബ്രീഡ്സ് ഏതാണ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ കൊടുത്തുണ്ടോ? സഹിവാൾ ആൻഡ് ഗിർ. ഇത് രണ്ടും എന്താണ്? കാറ്റിലിന്റെ ബ്രീഡാണ്. എന്നാൽ മുറ എന്താണ്? ഹയസ്റ്റ് മിൽക്ക് ബ്രീഡ് ഇൻ ബഫലോ ബ്രീഡ് ആണ് മുറ. ഒക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് വെറുതെ എക്സാമ്പിൾ കൊടുത്താണ്. നമുക്ക് ഒരുപാട് ടൈപ്പുകൾ പഠിക്കാനുണ്ട്. അതേപോലെ ക്രോസുകൾ വരുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് കോമൺ കാറ്റിൽ ഡിസീസസ്, മസ്റ്റൈറ്റിസ്, അതേപോലെ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസസ് ഒക്കെ എന്താണ്? നമുക്ക് ഇമ്പോർട്ടന്റ് പഠിക്കാനാണ്. ഇവ എന്ത് മൂലമാണ് വരുന്നത്, അതിന് എന്തൊക്കെ പ്രിവെൻഷൻ ആണ് നമ്മൾ എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതേപോലെ ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസ് ക്ലീൻ
മിൽക്ക് പ്രൊഡക്ഷൻ, ഡയറി ഫാം മാനേജ്മെന്റ്. ഇങ്ങനെ നമുക്ക് ഒരു ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ നടത്താം. അതിന് എന്തൊക്കെ ഹൈജീൻ ഉള്ള നടപടികൾ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെയാണ് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുക്കൾ നമ്മൾ കാലിത്തീറ്റ പോലുള്ള കൊടുക്കാറുണ്ട്. അപ്പൊ അവയുടെ ഫീഡ് ഫോർമുലേഷനും റേഷനിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയണം. ഇത്ര പ്രായമുള്ളതിന് ഇത്ര കൊടുക്കണം, ഇത്ര പാല് കിട്ടുന്നതിന് ഇത്ര എമൗണ്ട് പിണ്ണാക്കും അതേപോലെ കാലിത്തീറ്റ അല്ലെങ്കിൽ പുല്ല് വെള്ളവും ഒക്കെ ഇത്ര എമൗണ്ട് കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ അതേപോലെ ഫോഡർ ക്രോപ്സ്, നമ്മൾ പശുക്കൾക്കൊന്ന് നമ്മുടെ വൈക്കോല് പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട് ഫോഡർ ക്രോപ്സിനെ കുറിച്ചൊക്കെ. ഗ്രീൻ ഫോഡർ എക്സാമ്പിളുകൾ, അതേപോലെ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ പ്രാക്ടീസുകൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ഒരു 5 സ്റ്റാർ മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ 3, മിൽക്ക് പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ. മൊഡ്യൂൾ 2 നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ നമ്മളതിൽ മിൽക്ക് കിട്ടി അല്ലെ, ലാർജ് എമൗണ്ട് മിൽക്കിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദെൻ അത് പ്രോസസ് ചെയ്യണം, ദെൻ പ്രിസർവ് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട്. പ്രധാനമായിട്ട് ഈ മൊഡ്യൂളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് പാസ്ചറൈസേഷൻ, സ്റ്റെറിലൈസേഷൻ, ഹോമോജനൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഫെർമെന്റേഷൻ, റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ഇത്രയും പ്രോസസ്സുകളാണ്. ദെൻ ലാസ്റ്റ് മാർക്കറ്റ് മിൽക്കിനെ കുറിച്ച് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. പാസ്ചറൈസേഷൻ എടുത്തു, പഠിക്കേണ്ടതൊക്കെയാന്ന് പറയാം. പാസ്ചറൈസേഷൻ എടുത്തിട്ട് എന്താണ് പാസ്ചറൈസേഷൻ? നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യം, ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യം, എന്താ പാസ്ചറൈസേഷൻ? പാലിന്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ പാലിന്റെ ഉള്ളിലെ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ കൊല്ലുക. എങ്ങനെ? പാല് ചൂടാക്കിക്കൊണ്ടു. പാല് ചൂടാക്കും, പക്ഷെ നമ്മുടെ പാലിന്റെ ക്വാളിറ്റിയിൽ ഒരു നഷ്ടം വരത്തില്ല, മിൽക്കിന്റെ ക്വാളിറ്റിയിൽ ഒരു നഷ്ടവും വരത്തില്ല. നമുക്ക് എന്ത് ബെനിഫിറ്റ് ആയില്ലേ? പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ കില്ല് ചെയ്യുക, നശിപ്പിക്കുക. അതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് കണ്ടുപിടിച്ചത്? ലൂയിസ് പാസ്റ്റർ അല്ലേ? ദെൻ പ്രധാനമായിട്ടും 3 ടൈപ്പ് പാസ്ചറൈസേഷൻ ഉള്ളത്. ഒന്ന് HTST, എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് തിളപ്പിക്കുന്നതാണ് HTST എന്ന് പറഞ്ഞ പാസ്ചറൈസേഷൻ. LT എന്താ? ലോ ടെമ്പറേച്ചർ ലോങ് ടൈം 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്. 30 മിനിറ്റ് ഉണ്ട്. ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോന്നിനും ടൈമും അതേപോലെ തന്നെ ടെമ്പറേച്ചർ എന്താണെന്ന്. ഇനി അൾട്രാ ഹൈ ടെമ്പറേച്ചർ, പേര് തന്നെയുണ്ട്. എന്തായിരിക്കും? അൾട്രാ ഹൈ ടെമ്പറേച്ചർ 135 മുതൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 1 to 4 സെക്കൻഡിൽ മാത്രം നമ്മൾ ചൂടാക്കും. ദെൻ അൾട്രാ ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ് പാസ്ചറൈസേഷൻ. ദെൻ അടുത്ത പ്രോസസ് ഹോമോജനൈസേഷൻ ആണ്. അതുകൊണ്ട് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാം, വേറൊന്നുമല്ല, നമ്മുടെ മിൽക്കിലുള്ള ഫ്ലാറ്റിന്റെ ഗ്ലോബ്യൂൾ ഉണ്ടാവും അല്ലെ, അത് റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ഫാറ്റ് ഗ്ലോബ്യൂൾ സൈസ്, ഇതാണ് ഹോമോജനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക, പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ ഓർത്ത് വെക്കണം. ലാക്ടോമീറ്ററിന്റെ യൂസ് എന്താണ്? ലാക്ടോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? മിൽക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കാനാണ് ഉപയോഗിക്കുന്നത്. നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി മിൽക്കിന്റെ 1.0282 to 1.032 പറഞ്ഞാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ മൊഡ്യൂൾ 4, ഇത് 4 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ഡയറി പ്രൊഡക്ട്സ് ടെക്നോളജി. നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡയറി പ്രൊഡക്റ്റുകൾ, ബട്ടർ, ചീസ്, ഐസ്ക്രീം, യോഗേർട്ട്, മിൽക്ക് പൗഡർ ഒക്കെ എന്താണ്? ഡയറി പ്രൊഡക്റ്റുകളാണ്. ഇവ എങ്ങനെ ഉണ്ടാക്കുന്നു, മാനുഫാക്ചർ, അതേപോലെ ഇവരുടെ കോമ്പോസിഷൻ ഒക്കെയാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ബട്ടറിലുള്ള കോമ്പോസിഷൻ ആയിരിക്കും, അപ്പൊ അതിലടങ്ങിയ ഫാറ്റും SNF, സോൾട്ട് നോട്ട് ഫാറ്റ്, അതാണ് SNFന്റെ ഫുൾ ഫോം. അപ്പം ഓരോന്നിനും ഓരോ പെർസെന്റേജ് ആയിരിക്കും ഉണ്ടായിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, അപ്പൊ നമുക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഓരോന്നിനും ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് ചോദിച്ചാൽ വളരെ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. 4 മാർക്കിനും നമുക്ക് ഇവിടുന്ന് വരും. പിന്നെ ലാക്ടോമീറ്റർ, അതേപോലെ മിൽക്ക് ഷുഗർ. മിൽക്ക് ഷുഗർ ഏതാണ്? അത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്
മിൽക്ക് ഷുഗർ ലാക്ടോസ് ആണ്. മിൽക്ക് ഷുഗർ എന്നറിയപ്പെടുന്ന ആരാണ്? ലാക്ടോസ് ആണ്. ഫെർമെന്റഡ് മിൽക്ക് പ്രൊഡക്റ്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണേ. ഫെർമെന്റഡ് മിൽക്ക് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാ നമുക്ക് അറിഞ്ഞിരിക്കണം. സിമ്പിൾ ആയിട്ട് നമുക്കറിയാവുന്ന ഏതാണെന്നാണ്? കേട് അല്ലെ, തൈര്, ഫെർമെന്റഡ് മിൽക്ക് പ്രൊഡക്റ്റ്. അടുത്ത ലാസ്റ്റ് മൊഡ്യൂൾ, മൊഡ്യൂൾ 5, വീണ്ടും 4 മാർക്കിനാണ്. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സേഫ്റ്റി. മിൽക്കിന്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യും. ആ ടെസ്റ്റുകളെ കുറിച്ചാണ്. അത് എന്തിനാണ്? എല്ലാത്തിനും ഒരു ടെസ്റ്റ് ആണോ? സ്പെസിഫിക് ഗ്രാവിറ്റി, അസിഡിറ്റി, ബാക്ടീരിയൽ ക്വാളിറ്റി, അതിനെല്ലാം വേണ്ടി ഒരു ടെസ്റ്റ് ചെയ്താൽ മതിയോ? പോരാ. ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ലാക്ടോമീറ്റർ ടെസ്റ്റ് എന്തിനാണ്? നേരത്തെ പറഞ്ഞു, ലാക്ടോമീറ്റർ ടെസ്റ്റ് എന്തിനാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ ആൽക്കഹോൾ ടെസ്റ്റ്. ആൽക്കഹോൾ ടെസ്റ്റ് എന്തിനാണ്? അസിഡിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. മിൽക്കിന്റെ അസിഡിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോൾ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ദെൻ MBRT, ബാക്ടീരിയൽ ക്വാളിറ്റി അറിയാൻ വേണ്ടിയാണ് MBRT ചെയ്യുന്നത്. ഐഡിൻ ടെസ്റ്റ്, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം അല്ലെ. ഐഡിൻ ടെസ്റ്റ് എന്തിനു വേണ്ട? അതാണ് നമ്മൾ എന്തിനാ ഐഡിൻ ടെസ്റ്റ് ഉപയോഗിക്കാറ്? സ്റ്റാർച്ച് അൾട്രേഷൻ. ചിലർ പാലിന്റെ കൊഴുപ്പ് കൂടെ സ്റ്റാർച്ച് ഒക്കെ ആഡ് ചെയ്യും. അത് ഐഡന്റിഫൈ ചെയ്യാനാണ് ഐഡിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. ദെൻ റോ മിൽക്ക് ക്വാളിറ്റി, നമ്മൾ നോർമൽ ആയിട്ടുള്ള പാലുണ്ട്, റോ മിൽക്ക് ക്വാളിറ്റി, അതിന്റെ ടെസ്റ്റ് ചെയ്യുന്നത് പ്ലാറ്റ്ഫോം ടെസ്റ്റുകളാണ്. ഓക്കെ, പ്ലാറ്റ്ഫോം ടെസ്റ്റ് എന്നാണ് റോ മിൽക്ക് ക്വാളിറ്റിയാണ്. ചിരിക്കണം. അതേപോലെ ലീഗൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്? FSSAI സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ ട്യൂൺഡ് മിൽക്കിൽ 3% ആണ് ഫാറ്റ്, അതേപോലെ 8.5 ആണ് SNF. വളരെ ഇമ്പോർട്ടന്റ്. ഇതുപോലെ സ്കിംഡ് മിൽക്ക് ഉണ്ട്, ഡബിൾ ട്യൂൺഡ് മിൽക്ക് ഉണ്ട്. ഇതിന്റെ ഒക്കെ എത്ര പെർസെന്റേജ് ഫാറ്റ്, എത്ര പെർസെന്റ് SNF എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ലീഗൽ സ്റ്റാൻഡേർഡ് ആണിത്. ക്ലിയർ ആണോ? നമ്മൾ 5 മൊഡ്യൂൾസും കണ്ടു. അവയുടെ ഓരോന്നിലെ ഇമ്പോർട്ടന്റ് ഏരിയാസും കണ്ടു. നിങ്ങൾ ഒട്ടും പേടിക്കൊന്നും വേണ്ട. നമുക്കറിയാം, നമുക്ക് ഒട്ടും പരിചയം. ഇപ്പൊ +2 ബയോളജി സയൻസ് ഉള്ളവരാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഡയറി സയൻസ് ഒന്നും പഠിക്കാനില്ല. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. ഇത്ര ഇമ്പോർട്ടന്റ് ഏരിയാസ് നോക്കി പോയാൽ തന്നെ 20 മാർക്കിൽ നമുക്കൊരു ഓൾമോസ്റ്റ് 15 റേഞ്ച് മാർക്ക് വാങ്ങാൻ സാധിക്കും. അപ്പൊ നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഹയസ്റ്റ് മാർക്ക് എത്തുന്നവർക്കാണ് ഹയസ്റ്റ് റാങ്ക് കിട്ടുക. അപ്പോഴാണ് പെട്ടെന്ന് അഡ്വൈസ് അല്ലെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ ഞാനിത് പഠിക്കുന്നില്ല, ബാക്കി സബ്ജക്റ്റുകളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്, ഡയറി സയൻസ് ഒഴിവാക്കാം എന്ന് വിചാരിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് പഠിച്ചെടുക്കാം. ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നമ്മൾ സിലബസ് അനൗൺസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഡയറി സയൻസിനെ കുറിച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും പറയുകയാണ്, നമ്മുടെ അക്കാഡമിയിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ കോച്ചിങ് ഉടനെ ആരംഭിക്കും. ഒരു ലോങ് ടൈം ബാച്ചായിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. +2 ബയോളജി, അതിന്റെ കൂടെ തന്നെ എനി ഡിഗ്രി ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവര് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. താങ്ക് യു.